രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്. വലിയ പ്രതിഷേധങ്ങൾ ഇത് പൊതുപരിപാടി എന്തെങ്കിലുണ്ടോ? MLA-യുടെ പൊതുപരിപാടി ഉണ്ടോ? മാധ്യമങ്ങളെ കണ്ടോ? ഓഫീസിലേക്കാണോ? ചോദ്യങ്ങൾ പലതായിരുന്നു, പക്ഷെ ഉത്തരങ്ങൾ നമുക്ക് വ്യക്തമായിട്ടില്ല. 10:30 മാധ്യമങ്ങളെ കാണുമെന്നാണ് നേരത്തെ അറിയിച്ചത്. ഒരുപക്ഷെ ആ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ പറയാം എന്ന് കരുതിയിട്ടാകും ഇപ്പോൾ കൂടുതൽ പ്രതികരണത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകാതിരുന്നത്. ഗൂഗിളിലുണ്ട്. ഗൂഗിൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? 10:30 മാധ്യമങ്ങളെ കാണുമെന്നാണോ, അപ്പോൾ സംസാരിക്കാമെന്നാണോ? തയ്യാറായിട്ടില്ല. നമുക്ക് രാഹുൽ ഇവിടെ എത്തി മറ്റു കാര്യങ്ങൾ ചോദ്യങ്ങൾ നിരവധി ഉണ്ടായിരുന്നു, പക്ഷേ രാഹുലിന്റെ ഉത്തരങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മറ്റു കാര്യങ്ങളൊന്നും തന്നെ പറയാതെ പോവുകയാണ്. ഓഫീസിൽ വെച്ച് കാണാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കും സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പിന്നാലെ ഓഫീസിലേക്ക് തന്നെ എത്തേണ്ടതുണ്ട്. അതിനുശേഷം അവിടെ വെച്ച് ഒരു ദീർഘമായ ഒരു കാര്യങ്ങൾ അദ്ദേഹം പറയുമോ എന്നറിയില്ല. 10:30 അദ്ദേഹം കാണും എന്നറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ അദ്ദേഹത്തിന്റെ നീക്കം എന്നുള്ളതും നമുക്ക് കണ്ടറിയണം. സ്വാഭാവികമായും അദ്ദേഹം ഏത് രീതിയിലാണ് ഇനി പ്രതികരിക്കുക, ആരോപണങ്ങളോട് കൂടുതൽ വിശദീകരണങ്ങൾ തരുമോ തുടങ്ങിയ കാര്യങ്ങൾ എന്തായാലും ഇനി അറിയേണ്ടതുണ്ട്. ഏതായാലും നമുക്ക് അദ്ദേഹം പോയിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പോയ വണ്ടിയുടെ ദിശ വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഓഫീസിലേക്ക് പോയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം 10:30 ഓഫീസിൽ എത്തുമെന്നാണ് രാഹുൽ അറിയിച്ചിരുന്നത്. അപ്പോൾ ഓഫീസിൽ എത്തും. അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ ഒരു പൊതുപരിപാടികളോ മറ്റോ ഒന്നും തന്നെ ഇന്നില്ല എന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ കാത്തിരിപ്പുകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് പാലക്കാട്ട് തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പാലക്കാട്ടിന്റെ മണ്ണിൽ പുലി ഇറങ്ങിയിരിക്കുന്നു. പുലിയെ പിടിക്കാൻ വേണ്ടി മാധ്യമപ്രവർത്തകർ വരവിളിച്ചു നോക്കി, ബട്ട് രക്ഷയില്ല. പാലക്കാട്ട് എത്തിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് എത്തിയിരിക്കുന്നു. അങ്ങനെ കാത്തിരിപ്പുകൾക്കും പ്രാർത്ഥനകൾക്കും ഫലം കണ്ടിരിക്കുന്നു, വിരാമമായിരിക്കുന്നു. രാഹുലിന്റെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിച്ചവർ, രാഹുലിന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരുന്നവർ എല്ലാവർക്കും ആശ്വാസമായിരിക്കുന്നു. ഒരു ഉത്തരം ലഭിച്ചിരിക്കുന്നു. നമ്മൾ കാത്തിരുന്ന ആ ഒരു മുഹൂർത്തത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് എത്തിയിരിക്കുന്നു. അങ്ങനെ വലിയ ഒരു ചോദ്യങ്ങൾക്ക് മറുപടികളോ ഉത്തരങ്ങളോ ഒന്നും നൽകിയില്ല. അദ്ദേഹം ആദ്യം ഇന്ന് പോകുന്നത് ഔദ്യോഗികമായി ചാർട്ട് ചെയ്ത പൊതുപരിപാടികളോ മറ്റോ ഒന്നും തന്നെ ഇന്നില്ല. ബട്ട് പാലക്കാട്ട് ഞാൻ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ്, പാലക്കാട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, കാണാം, നമുക്ക് ഉത്തരങ്ങളുണ്ട്, മറുപടികളുണ്ട്, എല്ലാ ചോദ്യങ്ങൾക്കും മറുപടികളും ഉത്തരങ്ങളും ഇവിടെ ഉണ്ട്, തിരക്ക് കൂട്ടണ്ട, ഞാൻ പാലക്കാട്ട് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുറപ്പെട്ടിരിക്കുന്നത്. പാലക്കാട് കോൺഗ്രസിന്റെ സമുന്നതനായ ഒരു നേതാവ് മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ മണ്ണാർക്കാട്ടെ വീട്ടിലാണുള്ളത്. ആ മണ്ണാർക്കാട്ടെ വീട്ടിൽ അദ്ദേഹത്തെ ഭൗതിക ശരീരം സന്ദർശിക്കുവാൻ വേണ്ടി രാഹുൽ അങ്ങോട്ട് യാത്ര തിരിച്ചിരിക്കുകയാണ്. അവിടെ എത്തി അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തെ അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷമായിരിക്കും ഇനി പാലക്കാട്ടെ തന്റെ ഓഫീസിലേക്ക് എത്തുക. ഓഫീസിലേക്ക് എത്തി ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തിന് തീരുമാനങ്ങൾ എടുക്കുവാനുണ്ട്. ചില കാര്യങ്ങൾ, പല നിവേദനങ്ങളും പല ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് തന്റെ വോട്ടർമാർ, സാധാരണക്കാരായ ജനങ്ങൾ അവിടെ ഇത്രയും ദിവസം വന്നിട്ടുണ്ട്. അവരുടെ കാര്യങ്ങളിലൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പാലക്കാട്ട് മണ്ണിൽ രാഹുൽ മാങ്കൂട്ടം ഈ ആരോപണങ്ങളൊക്കെ ഉയർത്തുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ കോലാഹലങ്ങൾ ഉണ്ടാവുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം, അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 17 അദ്ദേഹം പാലക്കാടിന്റെ മണ്ണിൽ ഒരു പ്രവൃത്തി, അതായത് ചില വീടുകളുടെ നിർമ്മാണം, ഒരു 20 വീടുകളുടെ നിർമ്മാണം തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രവർത്തനങ്ങൾ എവിടെ വരെ എത്തി, അതിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തുവാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തീരുമാനിക്കുവാനുണ്ട്. അതിന്റെ പ്രവർത്തികൾ പുരോഗമിക്കുന്നുണ്ട്. എന്താണെങ്കിലും ആ കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ചില ഇടപെടലുകൾ ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെതായ ആവശ്യമുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്ക് കടക്കും. അതിനിടയിൽ മാധ്യമങ്ങളെ കാണും. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയുണ്ട്. അദ്ദേഹം മറുപടി പറയാതെ എവിടെയും ഒളിച്ചോടുന്നില്ല. എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ മറുപടി ഉണ്ടാകും. പാലക്കാട്ട് ഞാൻ ഉണ്ടാകും. അങ്ങനെ എല്ലാവിധ വെല്ലുവിളികളും വേട്ടയാടലുകളും മാധ്യമ വിചാരണകളും എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടിന്റെ മണ്ണിൽ തിരിച്ചെത്തിയിരിക്കുന്നു. വളരെ സന്തോഷകരമായ, അഭിമാനകരമായ നിമിഷം. ഇത്രയും ദിവസം
ഇത്രയും ദിവസം ഈ ഓഗസ്റ്റ് 20 തുടങ്ങി ഇന്ന് ഈ നിമിഷം വരെ എല്ലാ ദിവസവും വീഡിയോകളിൽ സംസാരിക്കുന്നതും രാഹുലിന് വേണ്ടി സംസാരിച്ചതും രാഹുൽ വരണമെന്ന് ആഗ്രഹിച്ച വ്യക്തികളിൽ ഒരാളെന്ന നിലക്ക് പറയുന്നു, വളരെ അഭിമാനമുള്ള നിമിഷം. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് തിരിച്ചെത്തിയിരിക്കുന്നു. അയാളുടെ വരവിന് വേണ്ടി കാത്തിരുന്നതായിരുന്നു. ആ കാത്തിരുകൾക്ക് വിരാമമായിരിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ രാഹുൽ മാങ്കൂട്ടം വരുമെന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. അത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സന്ദർഭത്തിലാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എത്തിയതായിട്ടുള്ള വാർത്തകൾ കാണുന്നത്. ആ വീഡിയോ തൽക്കാലം പെൻഡിങ്ങിലേക്ക് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. കാരണം അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനു പുറമെ പാലക്കാട്ട് നിന്നുള്ള UDFന്റെ ചെയർമാനായിട്ടുള്ള മരക്കാർ മാരായമംഗലം ഇന്നലെ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരുന്നു രാഹുൽ മാങ്കൂട്ടം എത്തുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങളുമായി ബന്ധപ്പെട്ടും ലീഗ് മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് സംരക്ഷണങ്ങൾ ഒരുക്കുമെന്നും കോൺഗ്രസിന് ഇത്തരത്തിൽ പാർട്ടിയിൽ ഒരു സസ്പെൻഷൻ ഉള്ളതുകൊണ്ടും ഈ അച്ചടക്ക നടപടി നേരിടുന്നതുകൊണ്ടും കോൺഗ്രസ് പരസ്യമായിട്ടുള്ള ഈ രാഹുലിനെ സംരക്ഷിക്കുന്നതിലോ അല്ലെങ്കിൽ കവചം ഒരുക്കുന്നതിനോ മുന്നിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അദ്ദേഹം ഈ പറയുന്ന മരക്കാർ മാരായമംഗലം കഴിഞ്ഞ ദിവസം ഇന്നലെ രാഹുൽ മാങ്കൂട്ടമായി സംസാരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടം ഉടനെ തിരിച്ചെത്തുമെന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഇന്നലെ ഇത്തരത്തിൽ സംസാരിച്ചപ്പോഴേ രാഹുൽ മാങ്കൂട്ടം എപ്പോൾ വരുമെന്നോ എന്ന് വരുമെന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ നമ്മൾ ഡേറ്റും കാര്യങ്ങളെല്ലാം കാലെ കൂട്ടി അറിയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ചില പ്രതിഷേധങ്ങളും ഇതൊക്കെ ഒഴിവാക്കാനാണ്. കാരണം അത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ അത് കായികപരമായിട്ടുള്ള നീക്കങ്ങളിലേക്കോ അല്ലെങ്കിൽ തടയലുകളിലേക്കോ ഒക്കെ നീങ്ങിക്കഴിഞ്ഞാൽ അത് നേരിടുന്നതിനും ഒക്കെ ഉണ്ടാവുന്ന ചില ഈ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ വഴിമാറും എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ ദിവസങ്ങൾ മുൻകൂട്ടി പറയാതിരുന്നത് എന്നുള്ള സൂചനയും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കി ഒരു വീഡിയോ രാഹുൽ പാലക്കാട്ടേക്ക് ഉടൻ എത്തുമെന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോഴാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടേക്ക് എത്തി. അങ്ങനെയാണ് ഈ മരക്കാർ മാരായമംഗലം UDFന്റെ പാലക്കാട് ജില്ലാ ചെയർമാനായിട്ടുള്ള മരക്കാർ മാരായമംഗലത്തിന്റെ ഈ പ്രസ്താവനയെ മുൻനിർത്തിക്കൊണ്ട് ചില ലഭിച്ച സൂചനകൾ, ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ചില സൂചനകൾ വെച്ചുകൊണ്ട് രാഹുൽ ഇന്ന് തന്നെ എത്തും അല്ലെങ്കിൽ നാളെ തന്നെ എത്തുമെന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് അത് എഡിറ്റ് ചെയ്യുന്ന ഒരു വക്കിലേക്ക് എത്തുമ്പോഴാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എത്തി എന്നുള്ള സൂചനകൾ വന്നത്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എത്തിയിരിക്കുന്നു. തടയാനുള്ളവർ തടഞ്ഞോളൂ, പ്രതിഷേധിക്കാനുള്ളവർ പ്രതിഷേധിച്ചോളൂ. ജനാധിപത്യ രാജ്യമായ നമ്മുടെ രാജ്യത്ത് ഇതിനൊക്കെ അവകാശം എല്ലാവർക്കും ഉണ്ട്. ബട്ട് അതിനപ്പുറത്തേക്ക് പ്രതിഷേധങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് രാഹുലിനെ വേറെന്തെങ്കിലും ഒക്കെ ചെയ്യാം, കായികമായി നേരിടാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ കരുതി വെച്ചോളൂ. സംരക്ഷണം ഒരുക്കാൻ ലീഗ് മുന്നിലുണ്ടാവും, കോൺഗ്രസ് പ്രവർത്തകരും ഉണ്ടാവും. കോൺഗ്രസ് പരസ്യമായിട്ട് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ, കോൺഗ്രസ് പ്രവർത്തകരും ഉണ്ടാകും, കോൺഗ്രസിന്റെ അനുഭാവികളുണ്ടാവും, പാലക്കാട്ട് ജനമുണ്ടാവും, രാഹുലിന് വോട്ട് ചെയ്തവർ ഉണ്ടാകും. അങ്ങനെ എന്താണെങ്കിലും എല്ലാം വിരാമമായിരിക്കുന്നു. രാഹുൽ പാലക്കാട്ട് എത്തിയിരിക്കുന്നു. ആരൊക്കെയാണോ രാഹുലിനെ വേട്ടയാടിയത്, മാധ്യമ വിചാരണകൾ നടത്തിയത്, രാഹുൽ പാലക്കാട്ട് എത്തരുത്, MLA സ്ഥാനം രാജിവെക്കണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചതാണ്. അതൊക്കെ കാറ്റിൽ പറത്തി എല്ലാ വിവാദങ്ങൾക്കും വിരാമമിടുകയാണ് രാഹുൽ മാങ്കൂട്ടം. ഇനി പാലക്കാട്ട് ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തിരക്ക് കൂട്ടേണ്ട, മാധ്യമപ്രവർത്തകർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എല്ലാത്തിനും മറുപടിയുണ്ട്. നിങ്ങൾ തിരക്ക് കൂട്ടണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, മാധ്യമങ്ങൾക്കുള്ള മറുപടി ഞാൻ തരും, നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ തരും, ഒന്നും ഇല്ലാതെയാവുകയില്ല. ഇപ്പോൾ പോകുന്നത് ഈ പറയുന്ന കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണുവാനും ഒരു അന്തിമോപചാരം അർപ്പിക്കുവാനും അങ്ങോട്ട് യാത്രയായിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പാലക്കാട്ട് ഓഫീസിലേക്ക് തിരിച്ചെത്തും. ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഇടപെടാനുണ്ട്. ഒരുപാടധികം നിവേദനങ്ങളും ആവശ്യങ്ങളും സാധാരണക്കാരായ പാലക്കാട്ടെ ജനങ്ങൾ രാഹുലിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് ഇത്രയും ദിവസം MLA ഓഫീസ് തുറന്നു പ്രവർത്തിച്ചിരുന്നു. അവിടെ എത്തിയ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ അപേക്ഷകൾ, അവരുടെ നിവേദനങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ എല്ലാം ഇപ്പോഴും അവിടെ ഉണ്ട്. ആ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന 20 വീടുകൾ, ആ 20 വീടുകളുടെ പ്രവൃത്തി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കേണ്ട നടപടികളുമായി മുന്നോട്ട് പോകാനുണ്ട്. അത്തരത്തിൽ ഒരുപാടധികം പെൻഡിങ്ങുകളായതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു കണ്ടിന്യൂവേഷൻ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് ഉണ്ടാവും. ആ കാര്യങ്ങളിൽ നിന്നും ഒരു തർക്കവും വേണ്ട. പാലക്കാട്ടിന്റെ മണ്ണിൽ രാഹുൽ മാങ്കൂട്ടം ഉണ്ടാവും. നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യങ്ങൾക്കുള്ള മറുപടി ഉണ്ടാവും. പാലക്കാട്ട് പുലി തിരിച്ചെത്തിയിരിക്കുന്നു, പുലി വന്നിരിക്കുന്നു. ഇനി
വല്ല വനം വകുപ്പിനെയോ പോലീസ് ഉദ്യോഗസ്ഥരെയോ വെച്ച് പുലിയെ പിടിക്കുവാനുള്ള വല്ല ഏർപ്പാടുമുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഏർപ്പാട് നോക്കുക. അതിനപ്പുറത്തേക്ക് പ്രതിഷേധിക്കുവാനുള്ള എല്ലാവർക്കും, സംഘപരിവാറുകാരാണെങ്കിലും സഖാക്കളാണെങ്കിലും എല്ലാവർക്കും അവകാശമുണ്ട് എന്ന് കരുതി രാഹുലിന്റെ മെക്കെട്ട് കയറാമെന്ന് ആരും വിചാരിക്കേണ്ട. അതിനെ ചെറുക്കേണ്ട രീതിയിൽ, നേരിടേണ്ട രീതിയിൽ നേരിട്ടിരിക്കും. ഇതിനൊന്നും ഒരു തർക്കവും ഇല്ല കേട്ടോ, ഒരു തർക്കവും ഇല്ല. കോൺഗ്രസ് സസ്പെൻഷനിലായതുകൊണ്ട് കോൺഗ്രസ് വരില്ല, തടയില്ല, കവചമൊരുക്കില്ല എന്നൊന്നും ആരും കരുതണ്ട കേട്ടോ. അതൊക്കെ നിങ്ങളുടെ മിഥ്യാധാരണകളാണ്. വരും, സംരക്ഷണം ഒരുക്കും, കവചമൊരുക്കും, ഉറപ്പാണ്. കൂടെ കട്ടക്ക് ലീഗുമുണ്ട്, ലീഗിന്റെ അണികളുമുണ്ട്, പ്രവർത്തകരുമുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോ പാലക്കാട്ട് രാഹുൽ തിരിച്ചെത്തിയിരിക്കുന്നു. ഈ ഒരു സന്തോഷ നിമിഷം പങ്കുവെക്കണം എന്നുള്ളത് വളരെ വലിയ ആഗ്രഹമായിരുന്നു. ഇത്രയും ദിവസം ഈ മാധ്യമ വിചാരണകളും വേട്ടയാടലുകളും ഈ സൈബർ ആക്രമണങ്ങളും ഒക്കെ നടന്നപ്പോഴും രാഹുലിന്റെ കൂടെ നിന്നുകൊണ്ട്, രാഹുലിന് വേണ്ടി സംസാരിച്ചുകൊണ്ട്, ഇത്രയും ദിവസം നമ്മൾ ചെയ്ത വീഡിയോകളിൽ നമുക്ക് വന്ന ഇൻബോക്സിൽ വന്ന, കമന്റ് ബോക്സിൽ വന്നിരിക്കുന്ന ഈ പറയുന്ന അഭിപ്രായങ്ങളും പ്രേക്ഷകരുടെ പ്രാർത്ഥനകളും അവരുടെ സപ്പോർട്ടും ഒക്കെ അതൊക്കെ തന്നെയാണ് രാഹുലിനെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഇനി പാലക്കാട്ട് ഉണ്ടാകും. അയാൾ പാലക്കാടിന്റെ ഈ പറയുന്ന MLA എന്ന നിലയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അയാൾ വ്യാപൃതനായിരിക്കും. അതിനിടയിൽ നിങ്ങൾക്കുള്ള മറുപടികളും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഒക്കെ യഥാവിധം സമയാസമയം നിങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങളോട് സംസാരിക്കും. ആ കാര്യത്തിലൊന്നും ഒരു തർക്കവും വേണ്ട. പ്രതിഷേധിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട്. ബട്ട് ഒരു കാര്യം ഓർത്താൽ മതി, എന്ന് കരുതി പ്രതിഷേധങ്ങൾ രാഹുലിന്റെ നെഞ്ചത്തോട്ട കയറാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് തെറ്റും. അത് മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.